ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന് പുതിയ തലവേദനയുണ്ടാക്കി ഡിജിറ്റൽ ID കാർഡിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നു. ഇതിനെതിരെയുള്ള ഓൺലൈൻ പരാതിയിൽ ഇതുവരെ ഒപ്പിട്ടത് 10 ലക്ഷത്തിലധികം പേരാണ്. ഡെയിലി മെയിൽ നടത്തിയ സർവേയിൽ പങ്കെടുത്തവരിൽ ഡിജിറ്റൽ കാർഡിനോട് യോജിച്ചത് വെറും 25% പേർ മാത്രമാണ്. അതേസമയം ആളുകളുടെ ഫോണിൽ വരുന്ന ഡിജിറ്റൽ കാർഡ് നിയമവിരുദ്ധമായി ആളുകൾ ബ്രിട്ടനിൽ തൊഴിലിലേർപ്പെടുന്നത് കാര്യക്ഷമമായി തടയാൻ കഴിയും എന്നാണ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ അവകാശപ്പെടുന്നത്. ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നതിനുള്ള അവകാശം ലഭിക്കാൻ ഡിജിറ്റൽ ID നിർബന്ധമാക്കും. എന്നാൽ ആളുകൾ അത് കൊണ്ടു നടക്കേണ്ട ആവശ്യം വരില്ല എന്ന് മാത്രമല്ല, അത് കാണിക്കാൻ കൂടെ ആവശ്യപ്പെടുകയില്ല എന്നും അദ്ദേഹം പറയുന്നു. ഈ പാർലമെന്റ് സെക്ഷൻ അവസാനിക്കുന്നതോടെ എല്ലാ ബ്രിട്ടീഷ് പൗരന്മാർക്കും നിയമപരമായി ബ്രിട്ടനിൽ താമസിക്കുന്നവർക്കും ഡിജിറ്റൽ കാർഡുകൾ ലഭ്യമാക്കും. എന്നാൽ ബ്രിട്ടൻ പിന്തുടർന്നു വരുന്ന നയങ്ങൾക്ക് വിരുദ്ധമാണ് ഈ കാർഡ് എന്നാണ് സിവിൽ ലിബർട്ടീസ് ഗ്രൂപ്പുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, വൃദ്ധജനങ്ങളെ അവശ്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൽ നിന്നും ഇത് തടഞ്ഞേക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ ജൂണിൽ മാക്സിം സറ്റ്ക്ലിഫ് ആരംഭിച്ച ഡിജിറ്റൽ കാർഡ് ഒഴിവാക്കണമെന്ന ഓൺലൈൻ പരാതിയിൽ ഇതുവരെ 10 ലക്ഷത്തിലധികം പേർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു.